അപ്പൊ നമ്മൾ ഭൂതക്കളത്തിന്റെ കാര്യമാണല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്നത്തെയും കൂടി ഉള്ളൂ നമ്മുടെ കളം. അതോടുകൂടിയിട്ട് കഴിഞ്ഞു, ഭൂതക്കളത്തോട് കൂടിയിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ആസ് യൂഷ്വൽ കളം വര നടക്കുന്നേ ഉള്ളൂ. കുറച്ചേരൊക്കെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഏകദേശം കളം വരയൊക്കെ കഴിയാറായി. ആ ഗ്യാപ്പിന് ഞങ്ങൾ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വന്നു കേട്ടോ. അവിടെ അപ്പയ്ക്കും പൂജകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഭൂതക്കളത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓരോരുത്തർ ഓരോ വേഷങ്ങളൊക്കെ കെട്ടി വരും. എന്നിട്ട് ഭൂതക്കളം മൊത്തം 3 പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കും, കളം കൈക്കൊണ്ട് പോവുക എന്നാണ് സങ്കല്പം എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഞങ്ങൾ അവിടെ തുള്ളിൽ നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഡാൻസ് ഒന്നും ഉണ്ടാവാറില്ലേ ഭൂതക്കളത്തിന്. ഇവിടെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവർ അവരുടെ നോർമൽ വേഷവിധാനങ്ങളിലോട്ട് വരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഉണ്ടായിരുന്നത് നമ്മൾ പൊലിക്കാണ്. നമ്മളെ കയ്യിലുള്ള ക്യാഷോ മുണ്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് പൊലിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. വന്ന് നമ്മൾ കളം പ്രദക്ഷിണം വെച്ചിട്ട് തൊഴുത് പ്രാർത്ഥിക്കണം കേട്ടോ. അങ്ങനെ അതൊക്കെ ചെയ്തു വന്നതിന് ശേഷം നമ്മുടെ തുള്ളൽ ഏകദേശം അവസാനിക്കാറായി, ഭൂതക്കളം കഴിയാറായി, നമ്മുടെ തുള്ളലും കഴിഞ്ഞു. ഇനി നാളെ തേരയിട്ടുണ്ട്, പക്ഷെ അതിന് ഞങ്ങൾ ഉണ്ടാവില്ല. നമുക്ക് ഓൾറെഡി ഇങ്ങോട്ട് എത്തേണ്ടതായിട്ടുണ്ട്. 4:30 പുലർച്ചെ 4:30 ട്രെയിൻ ഉണ്ടായിരുന്നു. നമ്മളൊരു 3:30 ആകുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തൃശ്ശൂർ നിന്നായിരുന്നു ട്രെയിൻ ഉണ്ടായത്. കയറിയിട്ട് ഒരു ഒറ്റ കടത്തായിരുന്നു, കാരണം ട്രെയിൻ വരാൻ തന്നെ 5:30 നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഉറങ്ങിയിട്ട് ഞാൻ ട്രിവാൻഡ്രം എത്താറാകുമ്പോഴാണ് എണീക്കുന്നത്. നല്ല ഉറക്കം. നമ്മുടെ തുള്ളൽ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം കേട്ടോ. ബൈ.